Thanks. ഇപ്പോഴും എന്റെയും നിന്റെയും മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ആവശ്യം പ്രൊട്ടക്ഷൻ, സുരക്ഷ. My flat, not anywhere else. 102 TNT apartments, Vedandi. Here I am paying the rent for this flat and I am here. നീ പറഞ്ഞ രണ്ട് ദിവസം നീ എനിക്ക് തരും. 48 മണിക്കൂർ. അതിനുള്ളിൽ നിന്നെ ഏൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. You can trust me, Sean. You can trust me. ഇവരെ എങ്ങനെ കൊണ്ടുവന്നു? അവനത് കൂടാതെ പറഞ്ഞത് ഇവർ 4 പേരിൽ ഒരാൾ. വിനുവിന്റെ പ്ലാനിനെ പറ്റി എല്ലാം അറിയാമായിരുന്ന ഒരാൾ. അയാളാണ് വിനുവിന്റെ മരണത്തിന് പിന്നിൽ. അവൻ മരിച്ച ശേഷം അവന്റെ ബോഡി മോർച്ചറിയിൽ എത്തിച്ചത് അയാൾ തന്നെയായിരിക്കും. അതാരാണെങ്കിലും അയാളാണ് അന്ന് രാത്രി ഒറ്റ ഹെഡ്ലൈറ്റുള്ള വാൻ ഓടിച്ചത്. ഇതിൽ കാണുന്ന 4 പേരിൽ ഒരാളാണെന്ന് നമ്മളങ്ങനെ കളപ്പിച്ചു പറയുക. വേറെ അങ്ങോട്ട് പറപ്പൊന്നുമില്ല. ഈ 4 പേരും അല്ലാതെ നമ്മളറിയാത്ത 5-ാമനുണ്ടല്ലോ. നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റും. ആദ്യം ഷാൻ ഷാൻ. ഓബ്വിയസ്ലി അവനാകില്ല ആ വണ്ടി ഓടിച്ചത്. കാരണം അന്ന് രാത്രി ഞാൻ ആദ്യമായി ഷാനിനെ വിനോദിനെ കണ്ടുമുട്ടുമ്പോൾ അവരൊരുമിച്ച് ഒരു ബൈക്ക് എന്റെ ജീപ്പിന്റെ മുന്നിലുണ്ട്. അതേ റോഡ് എന്റെ ജീപ്പിന്റെ പിന്നിലുണ്ട്. ഇനി ബാക്കിയുള്ളത് സൈക്കിൾ, ജെസി, എബി. ഗ്രീൻവുഡ് ഓർഫനേജിലെ സിസ്റ്റർ വെറോണിക്ക പറഞ്ഞത് പ്രകാരം എബിയും ജെസിയും അവിടെ നിന്ന് ഇറങ്ങുന്നത് രാത്രി 10 മണിക്കാണ്. വിനു മരിക്കുന്നത് അതേ രാത്രി 12 മണിക്ക്. ഓക്കെ, മരണം നടന്ന ഹിൽടോൺ വാട്ടർ പാർക്കിലേക്ക് ഓർഫനേജിൽ നിന്ന് 1.25 മണിക്കൂർ നേരത്തെ ഉപയോഗം. തീർച്ചയായും 12 മണിക്കൂർ അവിടെ പോസിബിൾ ആണ്. അങ്ങനെയാണ് ശവം തിരികെ മോർച്ചറിൽ എത്തിച്ചതും എലിയായിപ്പോയി. 10 മണിക്ക് ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ 12 മണിക്ക് മുമ്പ് ഹിൽടോൺ വാട്ടർ പാർക്കിലെത്താം. ബോഡി തിരികെ ഏൽപ്പിക്കാൻ മോർച്ചറിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷെ മോർച്ചറിയിലെ നൈറ്റ് വാച്ച്മാൻ പറഞ്ഞത് ബോഡി കൊണ്ടുപോയ ആൾ തന്നെയാണ് അത് തിരികെ കൊണ്ടുപോകുന്നത് എന്നാണ്. ബോഡി കളക്ട് ചെയ്യാൻ അയാൾ ആദ്യം മോർച്ചറിയിലെത്തിയ സമയം രാത്രി 10:30. 10 മണിക്ക് ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയിരിക്കുക അത് സാധ്യമല്ല. ഈ സിനാരിയോയിൽ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ ഏറ്റവും സാധ്യത കുറവാണ്. കാരണം
she has no motive. വിനുവിന്റെ മനസ്സിൽ അവർക്ക് നേടാനായിട്ട് ഒന്നുമില്ല. നോ, നേടാനുള്ളതായി നമുക്കറിയില്ല. നമുക്കറിയാത്ത ഷാനിനറിയാത്ത ഒരു മോട്ടീവ് അവർക്കുണ്ടല്ലോ. possible. Possible, but not probable. Right. ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ എബിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എബിക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അത് നമ്മൾ ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തൊരു മോട്ടീവിന് വേണ്ടി. ഈ കൂടെ ഉള്ളവരില്ലാതെ അന്നും ഇന്നും ഇവർക്കിടയിൽ പണത്തിന് ഏറ്റവും ആവശ്യമുണ്ടായത്. അതുകൊണ്ടാണല്ലോ വിനുവിന്റെ ഇന്റർനെറ്റ് കഫേയിൽ നിന്നും അവൻ ആ ബാഗും പൈസയും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ആദ്യം സ്വന്തം ഫ്രണ്ട്സിൽ നിന്ന് പോലും അവനത് മത്സരിച്ചു. It shows us how desperate he is. Desperation ആണ് വ്യക്തം ഒരു പ്രജായ മൈൻഡിനെ ക്രൈമിലേക്ക് എത്തിക്കുന്നത്. ഈ കേസിന്റെ പേരിൽ ഞാനൊരു 3 വർഷം അപകടമായിട്ടാണ് സാധനം കണ്ടുള്ള പേടി ഗ്രേഡോട് കൗണ്ടർഫീറ്റ്. ഈ സാധനം വേണ്ടി കളിക്കുന്നത് ചില ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ സാറിനെ കത്തോടെ വിളിച്ചത് സാധാരണ ചിലവരുടെ ലിഖവാൻ ഏത് ദിവസം എത്തിക്കുന്നു. വൈകുന്നേരം 8 മണിക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റില്ല. ഒരു സ്ഥിര സാമ്പിൾ കൂട്ടുകാരൊക്കെ എവിടെ? Welcome, Mr. Vinod Ramanathan. Welcome back from the dead. മരിച്ചുപോയ വിനു രാമചന്ദ്രൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആർക്കുമുണ്ടാകും അവനോട് ചോദിക്കാൻ ഒരു കെട്ട ചോദ്യങ്ങൾ. ഇവിടേക്കുള്ള യാത്രക്കിടയിൽ ആ ചോദ്യങ്ങൾക്കുള്ള നുണകൾ നീ സമർത്ഥമായി കണ്ടെത്തിക്കാമെന്ന് എനിക്കറിയാം. But you can say all that. കാരണം